ഇതിൽ ഒരു എലമെൻറ്റ് മാറിയാൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറും എന്ന രീതിയിൽ അത്രയും ഡെപ്തിൽ നമ്മൾ കൺസെപ്റ്റ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനി വരാൻ പോകുന്ന നമ്മൾ എക്സാംസ് എന്തെങ്കിലും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഞാൻ പലപ്പോഴും കുട്ടികളോട് ചോദിക്കാറുണ്ട്, +1 കഴിഞ്ഞ് +2 +2 ഫസ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും, NCERT ബുക്ക് എല്ലാ ലൈനും വായിച്ച് എത്ര കുട്ടികൾ ഇവിടെ? വളരെ കുറഞ്ഞ കുട്ടികൾ. NCERTയുടെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത് എത്ര ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആൻസർ ചെയ്ത് 0 എന്ന്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ജയിക്കുന്നവൻ, ഐ മീൻ വിന്നർ വിൻസ് നോട്ട് ബൈ മൈൽസ്. വിന്നേഴ്സ് ആരും മൈലിൽ എത്ര അല്ലെങ്കിൽ 1 കിലോമീറ്റർ വ്യത്യാസത്തിലല്ല ജയിക്കുന്നത് ഒരു ഓട്ടത്തിൽ. വിന്നർ വിൻ നോട്ട് ബൈ മൈൽസ് ബട്ട് ബൈ ഫ്രാക്ഷൻ. എവറി ബിറ്റ്സ് കൗണ്ട്. എവറി ബിറ്റ്. നിങ്ങൾ ജൂൺ 15 സ്റ്റാർട്ട് ചെയ്ത് 16 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ സാർ, നമ്മൾ പഠനത്തിൻ്റെ ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ റിപ്പീറ്റ് തീരുമാനിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു കുട്ടി ഈ കൊല്ലം ഇതിന് വീണ്ടും ഇരിക്കാൻ വേണ്ടി പോകാമെന്ന് ആലോചിക്കുന്ന സമയത്ത് കുട്ടിയുടെ ഫസ്റ്റ് മൂവിൽ എന്ന ചോദ്യം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. സോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ സാറിന് എന്തൊരു അഡ്വൈസാണ് സാറിന് പറയാൻ വേണ്ടിയിട്ടുള്ളത്? ഞാൻ ആ ഭാഗത്ത് പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എൻട്രൻസ് കോച്ചിങ്, പ്രത്യേകിച്ച് നീറ്റ്, JEE എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ എൻ്റെ ജീവിതാനുഭവത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഞാൻ 2 ഭാഗമായിട്ടാണ് തിരിക്കുന്നത്. അതായത് 2016 നീറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ഓൾ ഇന്ത്യ ലെവലിൽ വരുന്നത്. അതിന് മുമ്പൊക്കെ കേരള എൻട്രൻസ് വേറെ, ഓരോ സ്റ്റേറ്റിന് ഡിഫറെൻ്റ് എൻട്രൻസ് ആണ്. പിന്നെ രണ്ടാമത്തത് സെൻട്രൽ, ഐ മീൻ AIPMT, ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത് അത് വേറെ എക്സാമിനേഷനാണ്. അങ്ങനെ കുട്ടിക്ക് പോണ്ടിച്ചേരി എക്സാമിനേഷൻ വേറെയാണ്. അങ്ങനെ ഒരുപാട് എക്സാമിനേഷൻസ് ആണ് എഴുതുന്നത്. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലെവൽ അനുസരിച്ചിട്ടുള്ള എൻട്രൻസ് ആണ് നടത്തുക. അപ്പോൾ അന്നൊക്കെ നമ്മൾ കേരള എൻട്രൻസ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നേരെ മറിച്ച് AIPMT ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഒരു 5-6 എക്സാമിനേഷന് ഒരേ സമയത്ത് എഴുതുന്നതുകൊണ്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലെവൽ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ അവൻ മനസ്സിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആസ് എ ടീച്ചർ എന്നുള്ള നിലക്ക്, അപ്പോൾ ആ കുട്ടി AIPMT എഴുതുന്ന സമയത്ത് അവൻ ആ ലെവലിൽ, ഇപ്പം നമ്മൾ IIT അഡ്വാൻസ് നമ്മൾ പഠിപ്പിക്കുന്നത് വേറെ തന്നെയാണ്. അതേപോലെ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഡിഫറെൻറ്റ് ലെവലിൽ നമ്മൾ പഠിപ്പിക്കണം, അല്ലെങ്കിൽ കുട്ടി പഠിച്ചെടുക്കണം. പക്ഷേ 2016 ശേഷം എന്താ സംഭവിച്ചു വെച്ചാൽ, ഞാൻ കഴിഞ്ഞ കൊല്ലത്തല്ല ഇതിന് മുന്നത്തല്ല കൊറോണ കാലഘട്ടം അല്ല കേട്ടോ പറയുന്നത്, അതിന് ഞാൻ വേറെ തന്നെ പറയണം. 2016 എൻട്രൻസ് വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് അങ്ങനത്തെ വളരെ എഡ്യൂക്കേഷനലി സത്യം പറഞ്ഞാൽ അവർ ഹൈലി ഫോർവേഡാണ്. കാരണം ഏറ്റവും കൂടുതൽ സയൻറ്റിസ്റ്റുമാർ CV രാമനൊക്കെ അവിടെ നിന്നല്ലേ ഉണ്ടായിട്ടുള്ളത്, അബ്ദുൽ കലാം അല്ലേ. പക്ഷേ പൊതുവേ അവിടെ റിമോട്ട് ഏരിയകൾ കൂടുതലായതുകൊണ്ട് ഈ കോച്ചിങ്ങിനൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തമിഴ്നാട് അങ്ങനത്തെ ചില സ്റ്റേറ്റ്സ് അതിനെ ഒബ്ജക്റ്റ് ചെയ്തു. അപ്പോൾ അവർക്കൊരിക്കലും ഔട്ട്കം വരില്ല എന്നുള്ള ഒരു തോന്നൽ വന്നു. അപ്പോൾ പൊതുവേ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ നടത്താൻ തീരുമാനം വന്നപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ എല്ലാവർക്കും അച്ചീവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ്റെ ലെവലിലേക്ക് മാറി. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മതി. പഴയ ഒരു ഗൈഡൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ പഴയ AIPMT ക്വസ്റ്റ്യനൊക്കെ അത്യാവശ്യം ലെവലാണ്. പക്ഷേ നിങ്ങൾ ഇന്നിരുന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെ ആവില്ല കേട്ടോ. സിലബസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അറ്റോമിക് സ്ട്രക്ചറിലൊക്കെ വേവ് കോൺസെപ്റ്റ് ഒന്നും അന്നില്ല. അന്ന് വലിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് വേവ് കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ. ഇന്ന് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. എങ്കിലും അന്നത്തെ കാലഘട്ടത്തിരുന്ന് നിങ്ങൾ ചിന്തിക്കണം. കമ്പ്യൂട്ടർ ലോകത്തിരുന്ന് ചിന്തിച്ച ആ ക്വസ്റ്റ്യൻ ടഫല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ 2016 മുതൽ അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും, ഇപ്പോൾ ഈ റിമോട്ട് ഏരിയ എന്ന കുട്ടികൾ കോച്ചിങ്ങിനൊന്നും പോസിബിലിറ്റി ഇല്ലാത്തവരെയും ഉൾക്കൊള്ളണം എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഒരു ഗവൺമെൻറ് എടുത്ത വലിയൊരു തീരുമാനമാണ് ഈ ക്വസ്റ്റ്യൻ അത്രയും ഇതിലേക്ക് വരണ്ട എന്നുള്ളത്. അപ്പോൾ ആ 2016 ശേഷം അങ്ങനെ വന്നു. അങ്ങനെ വന്നപ്പോൾ 18-19 എത്തിയേക്കും നമ്മൾ പല കാര്യങ്ങളും, പണ്ടൊക്കെ സബ്ജക്റ്റ് പഠിപ്പിക്കലാണ് ടീച്ചറുടെ റോള്, സബ്ജക്റ്റ് പഠിക്കലാണ് സ്റ്റുഡൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ 2016-17 വന്നതോടുകൂടി ഈ ഷോർട്ട് കട്ട് മെത്തേഡ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ശരിയാണ്. നമുക്ക് ലിമിറ്റഡ് ടൈമിൽ ദാറ്റ് മച്ച് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം. പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഷോർട്ട് കട്ട് പഠിക്കേണ്ടെന്ന് ഞാൻ പറയില്ല, പഠിക്കണം. എങ്ങനെയെന്ന് അറിയോ, സബ്ജക്റ്റ് പഠിച്ചതിൻ്റെ ശേഷം അതിനെ ഷോർട്ട് കട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ
കുറച്ച് റീസൻ്റായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത, പലയിടത്തും പഠിക്കുന്നതും ഷോർട്ട് കട്ടിനെ ഓറിയൻറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല, ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. പക്ഷേ ഈ കൊല്ലം നമ്മൾ എൻട്രൻസിന് എന്താ പറ്റിയേ? ഞാൻ നേരത്തെ പറഞ്ഞ 16-ന്റെ ശേഷത്തിൽ പിന്നെ 20-ന്റെ ശേഷം കൊറോണ വന്നപ്പോൾ സിലബസ് ചുരുക്കി, ക്വസ്റ്റ്യൻ വളരെ ഈസിയാക്കി, 700-ന്റെ മുകൾക്കായി റാങ്കുകൾ. പണ്ടൊക്കെ 600 and 650-ന്റെ ഇടയിൽ നിന്നിരുന്ന റാങ്ക് 700-ന്റെ മുകളിലേക്ക് കയറി. പിന്നെ കുറെ ടൈം കൂട്ടി കൊടുത്തു, ചോയ്സ് വന്നു, അതുകൊണ്ടാണല്ലോ 720-ൽ 720 വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇല്ലാതാക്കി എന്നാണ് ഞാൻ പറയാം. അതിൻ്റെ കോമ്പറ്റീഷൻ ഇല്ല അല്ലേ? അങ്ങനെയല്ലേ വന്നത് കഴിഞ്ഞ കൊല്ലത്തൊക്കെ അഡ്മിഷൻ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വേറെ കേട്ടോ. അപ്പോൾ പിന്നെ NTA-നെ ഏൽപ്പിച്ച സമയത്ത് എന്ത് സംഭവിച്ചു? കൊറോണ വന്നു, അവർക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല, കുറച്ചുകൂടി ഈസി ആക്കല്ലാതെ എവിടെ എത്തൂല എന്നുള്ളൊരു തോന്നൽ ഒരുപക്ഷെ അവിടെ ഇരുന്ന ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവും. നല്ലത് തന്നെ, അതിനൊരുപാട് കോൺട്രവേഴ്സി ഉണ്ടെങ്കിലും. പക്ഷേ കഴിഞ്ഞു. ഇപ്പോൾ ഈ കൊല്ലത്തെ എക്സാമിനേഷൻ അവർ പഴയ പോലെ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഷോർട്ട് കട്ടിലൂടെ മാത്രം വരുന്നവൻ, ഷോർട്ട് കട്ടിലൂടെ വന്നാലുള്ള വഴി എന്താണ്? ആ ഷോർട്ട് കട്ട് മാറിയിട്ട് അവന് ചിന്തിക്കാൻ കഴിയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്, നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ നിങ്ങൾ PH-നെ പറ്റി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കുട്ടികൾക്കൊക്കെ അറിയാം. അപ്പോൾ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, അതിന് ക്വസ്റ്റ്യനായിട്ട് തന്നെ പറഞ്ഞോട്ടെ. ഇപ്പോൾ PH3 ഉള്ള ഒരു സൊല്യൂഷനും PH4 ഉള്ള ഒരു സൊല്യൂഷനും ഈക്വൽ വോളിയം എടുത്ത് മിക്സ് ചെയ്തു. ഞാൻ കെമിസ്ട്രി ടീച്ചർ ആയതുകൊണ്ട് കേട്ടോ കെമിസ്ട്രി പറയുന്നത്, പിന്നെ അക്കിഫിന് അത് മനസ്സിലാവും ചെയ്യും. അപ്പോൾ PH3 ഇത് എൻട്രൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. PH3 പ്ലസ് PH4 ഈക്വൽ വോളിയം മിക്സ് ചെയ്താൽ വാട്ട് ഈസ് ദി PH ഓഫ് ദി റിസൾട്ടിങ് സൊല്യൂഷൻ എന്നാണ് ഞങ്ങൾ പഠിപ്പിക്കും. 3.26. അപ്പോൾ ലോവർ PH ഇപ്പോൾ 1ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 1.26, 2ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ 2.26. ഇപ്പോൾ നിങ്ങൾ പഠിച്ചില്ലേ? നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ടല്ലോ. 4ഉം 5ഉം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 4.26. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ കുട്ടീനോട് ചോദിക്കുകയാണ് 2ഉം 3ഉം 2.36, പക്ഷേ 2ഉം 5ഉം മിക്സ് ചെയ്താൽ എന്താവും? അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ 2.36 അല്ലെങ്കിൽ 3.26 എങ്ങനെ കിട്ടിയെന്ന് കുട്ടിയുടെ പഠിപ്പിക്കണം. ഷോർട്ട് കട്ട് മാത്രം പോരാ. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവും അതെങ്ങനെ കിട്ടിയത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യാം നമ്മൾ പഠിക്കും. പിന്നെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു 5ഉം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, 4ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 4.26, 5ഉം 6 5.26, പക്ഷേ 6ഉം 7ഉം കൂട്ടിക്കഴിഞ്ഞാൽ 6.26 അല്ല. അവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടി കൺസിഡർ ചെയ്യണം. ഇത് ആ ക്ലിയറിറ്റിയിൽ ഈ സബ്ജക്റ്റ് കൃത്യമായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ട് എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ കുട്ടീനോട് പറയാം ഇതിനിങ്ങനെ ചെയ്താൽ ഇങ്ങനൊരു ആൻസർ കിട്ടും എന്ന് പറഞ്ഞാൽ കുട്ടി തറവായി. എന്തും അവ കുട്ടിക്ക് പറ്റും. അവൻ്റെ ഭാഗ്യത്തിനോ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ആൻസറായി. അപ്പോൾ മറ്റേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സമയം കിട്ടും. ഇങ്ങനെ ഈ ലെവലിലേക്ക് നമ്മൾ സബ്ജക്റ്റിനെ കൃത്യമായിട്ട് ഡീപ്പായി പഠിപ്പിച്ചെങ്കിൽ എൻ്റെ ഒരു വ്യൂവിൽ പണ്ട് 2016-ൻ്റെ മുന്നൊരു എൻട്രൻസ് എഴുതിയ കുട്ടിയും അല്ലെങ്കിൽ ഒരു 12-ൻ്റെ ഒക്കെ കാലഘട്ടം ഇപ്പോൾ 2025 എഴുതിയ എൻട്രൻസ് കുട്ടിയും ഈക്വൽ ആവുള്ളൂ. ഞാൻ പലപ്പോഴും കുട്ടികളോട് ചോദിക്കാറുണ്ട്, +1 കഴിഞ്ഞ് +2-ലെത്തിയാൽ +2-ലെ ഫസ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും NCERT ബുക്ക് എല്ലാ ലൈനും വായിച്ച് എത്ര കുട്ടികൾ ഇവിടെ ഉണ്ട്? വളരെ കുറഞ്ഞ കുട്ടികളേ ഉള്ളൂ. NCERTയുടെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത് എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആൻസർ ചെയ്തത് 0 എന്നേ വന്നിട്ടുള്ളൂ. ഈ കൊല്ലത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എടുത്ത് നോക്കിയേ. ഫിസിക്സിലൊക്കെ ലെങ്തി ക്വസ്റ്റ്യനാന്ന് പറഞ്ഞു. ഞാൻ ഫിലിക്സ് സാറിനോട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു NCERTയിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ ചെയ്തൊരു കുട്ടിക്ക് ഇത് സുഖമായി ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മളെ മനസ്സിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു എന്താണ് കുട്ടികളോ അല്ലെങ്കിൽ ഒരു പക്ഷേ ടീച്ചേഴ്സോ അവർ ഇതല്ല, അതൊന്നും നെഗറ്റീവല്ല. കാരണം അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ വരുമ്പോൾ കുട്ടികൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് പഠിപ്പിച്ചാൽ പോരെ എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്ത. എന്തിനാ കുട്ടികൾ ഓവർ ടാസ്ക് എടുപ്പിക്കുന്നത്? നമ്മളെ ലക്ഷ്യം എന്താ? എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുക, അതല്ലേ നമ്മളെ ലക്ഷ്യമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പഠിപ്പിച്ചാൽ പോരെ. ഇതേ ഇപ്പോൾ അറ്റോമിക് സ്ട്രക്ചർ പഠിപ്പിക്കുന്നത് ഞാൻ BSc കെമിസ്ട്രിക്ക് പഠിപ്പിക്കുന്നുണ്ട്, MScയിൽ പഠിപ്പിക്കുന്നുണ്ട്. MSc പഠിപ്പിക്കുന്ന കാര്യം എന്തിനാണ് ഞാൻ ഈ നീറ്റ് +2 ബേസ് ചെയ്ത് ചെയ്യിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്.
അപ്പോൾ അവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT ബുക്കിൻ്റെ ലൈൻ ബൈ ലൈൻ പഠിച്ചിരിക്കണം. ആ ബുക്ക് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാ ടോപ്പിക്കിനും, അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ലെവലിൽ പോയിട്ട് അവസാനം ഒരു സിനോപ്സിസ് ഉണ്ട്, എന്തൊക്കെ നിങ്ങൾ പഠിക്കണം എന്ന് അവരിങ്ങനെ ബാക്കിൽ സമ്മറിയിൽ ഇങ്ങനെ ബോൾഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് യു ഹാവ് ടു സ്റ്റഡി. അത് കഴിഞ്ഞ് ബാക്കിൽ ഒരു എക്സസൈസ് ഉണ്ട്. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേറെ ഉണ്ട്. ആ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ കൃത്യമായി എന്ത് ഭംഗിയായിട്ട് അവർ സോൾവ് ചെയ്ത് വെച്ചതെന്ന് അറിയാം. ഡീറ്റെയിൽ, അതായത് വെറും ഒരു ഷോർട്ട് കട്ടോ ഇതിലില്ല. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പഠിച്ചൊരു കുട്ടിക്ക് ബാക്കിൽ എക്സസൈസ്. എന്തിനാ എക്സസൈസ് നമ്മൾ കൊടുക്കുന്നത്? എന്താണ് നിങ്ങൾ ഈ കണ്ടന്റ് പഠിച്ചതിൽ നിന്ന് എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നാണ്. കണ്ടന്റ് നമുക്ക് തന്നിട്ട് നിങ്ങൾ ഈ കണ്ടന്റ് പഠിച്ചാൽ നിങ്ങളെ മനസ്സിൽ ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചതെന്ന് ആ കാര്യങ്ങൾ അവർ പഠിച്ചിരിക്കണം. എനിക്ക് മനസ്സിലാക്കിയ റീസെൻ്റായിട്ട് വന്ന പല സ്ഥലങ്ങളിലും കുട്ടികളായാലും അല്ലെങ്കിൽ ആരായാലും ഈ NCERTയുടെ എന്താ പറയുക കൃത്യമായിട്ട് ഫീഡ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട് ഒരു വിഭാഗം ആൾക്കാർ. അപ്പോൾ സാറ് പറഞ്ഞ ഹോൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഫണ്ടമെന്റൽസ് അല്ലേ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഫിസിക്സിലോട്ട് വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ ഫിസിക്സിൽ വേ ഓപ്റ്റിക്സ് ഇൻ്റർഫറൻസ് എന്ന ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻ്റർഫറൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ പഠിക്കാറുണ്ട് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഒക്കെ നടക്കാനുള്ള പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസിൻ്റെ ഫോർമുല ഇതൊക്കെയാണെന്ന് കുട്ടികൾ പഠിച്ചു വെക്കും. എന്തുകൊണ്ടാണ് ആ ഫോർമുല നമ്മൾ പഠിക്കുന്നത്? എന്തുകൊണ്ട് നമ്മൾ പാത്ത് ഡിഫറൻസിനും ഫേസ് ഡിഫറൻസിനും മാത്രം എടുത്ത് പഠിക്കുന്നു? ഈ വൈ എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ ഹൗ എന്നുള്ള ചോദ്യം കുട്ടികൾ ചോദിക്കുന്നില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് കിട്ടി, ഇതുകൊണ്ട് കൊടുത്താൽ മതി, ഇത് കറക്റ്റ് ഇട്ട് കൊടുത്താൽ എനിക്ക് ഉത്തരം കിട്ടും. അതിന്റെ കാരണം ഈ ഷോർട്ട് കത്തിന്റെ മനസ്സിൽ ഷോർട്ട് കട്ട് കയറിയതാണ്. അതാണ്. അപ്പോൾ കുറച്ചും കൂടിയും ഇപ്പോൾ സാറിനായാലും നമുക്കൊക്കെ ആയാലും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നമ്മൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്തിനാണ് ഇത് നമ്മൾ പഠിക്കുന്നത്, എങ്ങനെയാണിത് വന്നിട്ടുള്ളത്, ഇതിൽ ഒരു എലമെൻറ്റ് മാറിയാൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറും എന്ന രീതിയിൽ അത്രയും ഡെപ്തിൽ നമ്മൾ കൺസെപ്റ്റ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനി വരാൻ പോകുന്ന നമ്മൾ എക്സാംസ് എന്തെങ്കിലും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. അപ്പം സാർ അവസാനം നമ്മൾ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സാറിന് ഇത്രയും കാലം എക്സ്പീരിയൻസ് സാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. സോ ഫൈനലായിട്ട് സാറിന് എന്തൊരു അഡ്വൈസ്, ഒരു ഉപദേശം എന്നൊക്കെ സാർ എന്താണ് മക്കളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്? കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൊല്ലത്തെ റിസൾട്ട് ജൂൺ 14 വരുന്നു എന്ന് ഞാൻ നിങ്ങളെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. ഏകദേശം ഇപ്പം നിങ്ങൾ മീഡിയ ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം ആരൊക്കെ ക്വാളിഫൈ ചെയ്യാൻ സാധ്യത. കട്ട് ഓഫിനൊക്കെ അതിൻ്റെ ഒരു ഇത് നടത്തിയിട്ടുണ്ട് ഏകദേശം. പക്ഷെ നമ്മൾ അന്ന് വിചാരിക്കുന്ന ആ മാർക്ക് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ വരാം. സോ ഞാൻ അടുത്ത കൊല്ലം ഇപ്പോൾ കിട്ടിയ കുട്ടികൾ തന്നെ ഉണ്ട്, അത്യാവശ്യം കിട്ടും. ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജ് കിട്ടും എന്ന് പറഞ്ഞ് പോവില്ല എന്ന് പറയുന്ന കുട്ടികളെ ഞാൻ കുറവുണ്ട്. സോ നെക്സ്റ്റ് ഡേ, ദാറ്റ് ഈസ് ജൂൺ 15, നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇന്ന് മുതൽ. അപ്പോൾ ഇന്നിപ്പോൾ 20 സോറി, അപ്പോൾ 20 ഇനി ഇതാ നമുക്ക് ജൂൺ 15 ദർ ഈസ് അറൗണ്ട് 25 ഡേയ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ വീക്ക് പോയിന്റ് എവിടെയെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ നാളെ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ കുത്തിരുന്ന് പഠിക്കണം എന്നല്ല ഞാൻ സെൽഫ് അനലൈസ് ചെയ്യാം. സെൽഫ് അനലൈസ് ചെയ്യുമ്പോൾ ആ പോയിന്റ് നിങ്ങളെ വീക്ക് പോയിന്റ്, ആ വീക്ക് പോയിന്റിൽ നേരത്തെ അക്കിഫും ഞാനും നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് നിങ്ങളോട് നിങ്ങൾ ചോദിക്കാം. ഓക്കെ, എങ്കിൽ നിങ്ങൾ അതല്ല, എനിക്ക് അടുത്ത കൊല്ലം എഴുതിയിട്ട് ബെസ്റ്റ് ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടണം. എയിംസ് ഡൽഹി കിട്ടിയുള്ള അഡ്വാൻറ്റേജ് ഒക്കെ ഇപ്പോൾ അക്കിഫിന് എന്നെക്കാളും കൂടുതൽ പറയാൻ പറ്റും. നിങ്ങളൊന്നും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടിയാൽ അഡ്വാൻറ്റേജ്. എനിക്ക് മനസ്സിലായത് അവിടെ എയിംസ് പഠിച്ചവന് ഇനി അതിൻ്റെ PG പോകുമ്പോൾ അതിന് റിസർവേഷൻ ഉണ്ട്. പിന്നെ വേറൊന്നും മനസ്സിലായത്, ഇപ്പോൾ മിനിയാന്ന് എയിംസിൻ്റെ എക്സാം നടന്നു. കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ കൂടുതൽ പേഷ്യൻസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു MBBS സ്റ്റുഡൻറ്റിന് ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് മനസ്സിലായതാണ്. ഞാൻ കുറച്ച് 4-5 കുട്ടികൾ ഇൻസെറ്റ്, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല. നേരെ മറിച്ച് വേറെ ലോവർ അത്രയൊന്നും എന്താണ് പേഷ്യൻസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാത്ത കുട്ടികൾക്ക് ബൈഹാർട്ട് ചെയ്ത് എഴുതേണ്ട അവസ്ഥയിലേക്ക് അത് എത്തി മാറി. അപ്പോൾ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത് അത് അക്കിഫിനാണ് കൂടുതൽ പറയാൻ പറ്റുക, എനിക്കല്ല, ഞാൻ ആ ഫീൽഡിലല്ലല്ലോ. അതുകൊണ്ടാണ് അത് അവർ പറയും. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടണം. എനിക്ക് ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ബെസ്റ്റ് 10 ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്ത് അവിടെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ജൂൺ 15 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു.
ജൂൺ 15 പറഞ്ഞാൽ അടുത്ത മെയ് 4 അല്ലെങ്കിൽ മെയ് 5 വലിയ ദൂരമില്ല, വളരെ വളരെ അടുത്താണ്. അവിടെ നിങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ള, നേരത്തെ പറഞ്ഞു നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക, തറോ ആയിട്ട് പഠിക്കുക. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഈ ഷോർട്ടായിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് പഠിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കിയേ, നിങ്ങൾക്ക് എന്തായിരിക്കും കഴിഞ്ഞ എൻട്രൻസ് എക്സാമിനേഷൻ്റെ തലേ ദിവസം രാത്രി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്കൊന്നും പഠിക്കാനില്ല. കാരണം എന്താ, എല്ലാം പഠിക്കാനുണ്ട്. പല കുട്ടികളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓർമ്മ ഒന്നും വരുന്നില്ല. ഞാൻ എക്സാമിൻ്റെ 4-ാം തീയതി 2-ാം തീയതി വൈകുന്നേരമായപ്പോൾ ഭയങ്കര ആദ്യം തുടങ്ങിയ കുട്ടികളുണ്ട്. എനിക്ക് ഫോണിലുള്ള സാറേ ഞാൻ പഠിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കാണാൻ പഠിച്ചു വെച്ചാണ്, മനസ്സിലാക്കി പഠിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജൂൺ 15 മുതൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു നോക്കൂ, ഒരിക്കലും നമുക്ക് തെറ്റൂല. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്നറിയോ, ജയിക്കുന്നവൻ വിന്നർ വിൻസ് നോട്ട് ബൈ മൈൽസ്. വിന്നേഴ്സ് ആരും മൈലിൽ എത്ര അല്ലെങ്കിൽ 1 കിലോമീറ്റർ വ്യത്യാസത്തിലല്ല ജയിക്കുന്നത് ഒരു ഓട്ടത്തിൽ. വിന്നർ വിൻ നോട്ട് ബൈ മൈൽസ് ബട്ട് ബൈ ഫ്രാക്ഷൻ. എവരി ബിറ്റ്സ് കൗണ്ട് ദർ, എവരി ബിറ്റ്. നിങ്ങൾ ജൂൺ 15 സ്റ്റാർട്ട് ചെയ്ത് 16 സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ അനലൈസ് ചെയ്യുന്നത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും ജൂലൈ 15 സ്റ്റാർട്ട് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയോ, ഇപ്പോൾ PT ഉഷയ്ക്ക് ഒളിമ്പിക്സിൽ വെങ്കലം നഷ്ടമായി. എങ്ങനെയാണ് നഷ്ടമായത്? 100 1/100 സെക്കൻഡിൻ്റെ ഡിഫറൻസിലാണ് ഒളിമ്പിക്സിൽ മെഡൽ നഷ്ടമായത്. 1/100 സെക്കൻഡ്. നമ്മൾ ഈ കൈയാക്കുന്ന സമയമില്ല, ആ സമയം കൊണ്ട് നഷ്ടമായി. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും ഓരോ സ്റ്റെപ്പും അത് കൗണ്ട് ചെയ്യപ്പെടും. അപ്പം നിങ്ങൾ അടുത്ത കൊല്ലം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ നാളെ എന്ന് വെക്കാതെ എവിടെ എന്താ അതൊക്കെ നിങ്ങളെ തീരുമാനമാണ്. ജൂൺ 15 കൃത്യമായിട്ട് ഇതിന് പോരാ, അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, പ്രിപ്പറേഷൻ ലെവലിലെത്തണം. ജൂൺ 15 ഫുൾ ടൈം നിങ്ങൾ ആ ട്രാക്കിലേക്ക് വീണിരിക്കണം. കൃത്യമായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സബ്ജക്റ്റിനെ മനസ്സിലാക്കി പഠിച്ച് ഒരു ഞാൻ പറയുന്ന അറൗണ്ട് നവംബറോട് കൂടിയൊക്കെ സബ്ജക്റ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളല്ലേ, ഒരു നവംബറോട് കൂടി നമ്മൾ സബ്ജക്റ്റിനൊക്കെ തറോ ആക്കി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ത്രൂ പ്രാക്ടീസ് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒരു 5 മാസത്തെ പ്രാക്ടീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് എക്സാമിനും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലേറ്റ് ആക്കല്ലേ, ലേറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വെൻ യു ആർ നോട്ട് വർക്കിംഗ് സംബഡി ഈസ് വർക്കിംഗ് സംവെയർ. എപ്പോഴും ആലോചിച്ചോളൂ, നിങ്ങൾ പഠിക്കാതിരിക്കുന്നൊരു സമയമുണ്ടല്ലോ, ഈ ഇന്ത്യയിൽ എവിടെങ്കിലും ആരെങ്കിലും പഠിക്കുന്നുണ്ടാവും. ബേസിക്കലി റേസ് ആണ്. അതൊരു ഒരു ഓട്ടമാണ്. നിങ്ങളൊന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് റിലേ അല്ലല്ലോ, അവൻ ഓടി തന്നിട്ട് മറ്റവൻ ഓടില്ല, ഞാൻ മാത്രം ഓടുകയാണ്. 100 മീറ്റർ റേസ് ആണിത്. ലോകത്തെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ 100 മീറ്റർ റേസ് അല്ലേ. ആ 100 മീറ്റർ റേസിൽ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ, ഒന്ന് ശ്വാസം എടുക്കാൻ സമയം എടുത്താൽ മറ്റവൻ ഓടിപ്പോവും. അപ്പോൾ എപ്പോഴും ആലോചിക്കണം, വെൻ യു ആർ മോർ വർക്കിംഗ് ഓർ വെൻ യു ആർ നോട്ട് സ്റ്റഡിയിങ്, സംബഡി ഈസ് ഡൂയിങ് സംതിങ് സംവെയർ ഇൻ ഇന്ത്യ. അപ്പോൾ അയാളും നിങ്ങളും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ആരായിരിക്കും ജയിക്കുക? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആസ് ഏർലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, വെല്ലായിട്ട് നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, കൃത്യമായി റിസർച്ച് ചെയ്തിട്ട്. പിന്നെ ഒരു കാര്യം, ചില കുട്ടികൾ ഇപ്പോൾ ഞാൻ 2-3 കാര്യം ഫിസിക്സ് മാത്തമാറ്റിക്സ് പഠിക്കാതെ അങ്ങനെ അല്ല, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് പഠിച്ചാൽ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ മാത്തമാറ്റിക്സിലെ ഇൻ്റഗ്രേഷൻ്റെ അഡ്വാൻസും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒന്നും പഠിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ട പല ബുദ്ധിമുട്ടും 10⁻³ + 10⁻4 കൂട്ടാൻ അറിയാം, പക്ഷെ സമയം എടുക്കുന്നു അവർക്ക്. അങ്ങനത്തെ കുറച്ച് ടെക്നിക്സ് നിങ്ങൾ കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ കോമൺ ആയി വരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് അത് ഇവരൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. മറ്റന്നാൾ നമുക്ക് മാത്സിന് മാത്രമുള്ള സെഷനാണ്. അത് ജൂൺ 15 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്തിരിക്കണം. ജൂൺ 14 നിങ്ങൾ ടാർഗറ്റ് ഇട്ടിട്ട് ആ പ്രിലിമിനറി സ്റ്റെപ്പ് കഴിഞ്ഞാൽ മറ്റേ ജൂൺ 15 കൃത്യമായി നമ്മൾ മറ്റൊരു കോമ്പറ്റീഷൻ തുടങ്ങുകയാണ്. അല്ല, നിങ്ങൾ അതിൻ്റെ നേരത്തെ ഒന്നും തുടങ്ങേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഇപ്പോൾ ജൂൺ 15 കഴിഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ തന്നെ 7 മാസമുണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ മോഡൽ. പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസം ട്രെയിനിങ്ങിനുമില്ലേ. അതിലും കൂടുതലായി കഴിഞ്ഞാൽ കുട്ടിക്കും ബോറടിക്കും. ഓവറൊന്നും ആക്കണ്ട, വളരെ റിലാക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുകയാണ് എന്ന് എന്നോട് തന്നെ പറഞ്ഞ്, ഞാൻ ഒരിക്കൽ പുറപ്പെട്ടാൽ അത് തിരിച്ചു വരൂല എന്ന് ഉറപ്പിച്ച്
നിങ്ങൾ മുന്നോട്ട് പോവുക. ഞാനിപ്പോൾ ഇപ്പം നിങ്ങളൊരു ഇന്നിങ്സ് ആൾറെഡി ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിനെ പോലെയാണ്. ഇപ്പം ഞാൻ ഇന്നലെ വിരാട് കോഹ്ലിൻ്റെ ഒരു ഡിസ്കഷനിൽ കണ്ടു. അതായത് ഫസ്റ്റ് ഇന്നിങ്സിൽ ഡക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ഇന്നിങ്സിൽ എന്നും ക്യാച്ച് ചെയ്തിട്ടുണ്ട്. പല സെഞ്ചുറികളും ഉണ്ടായത് അങ്ങനെയെന്ന് പറയുന്നു. അതുപോലെ നിങ്ങളെ ഫസ്റ്റ് ഇന്നിങ്സ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്, റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ. യു ആർ ഇൻ ദി സെക്കൻഡ് ഇന്നിങ്സ്. അതിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സിന് നിങ്ങൾക്ക് സംഭവിച്ച എല്ലാ മിസ്റ്റേക്കിനെയും അനലൈസ് ചെയ്ത് സെക്കൻഡ് ഇന്നിങ്സിൽ കൃത്യമായിട്ട് ശക്തിയോടുകൂടി നിങ്ങൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ഹിറ്റ്മാൻ ആവാം. ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞ മൊത്തം നമ്മൾ വളരെയധികം നിങ്ങൾ അനലൈസ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മൊത്തം ഒരു സമ്മറി പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പാഷൻ ഇതാണെങ്കിൽ, നിങ്ങൾ ഇതിനു വേണ്ടി അത്രയും തല കുത്തി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ, എന്തൊക്കെ ഡിസ്കറേജിങ് എലമെൻറ്റ്സ് പുറത്തു നിന്ന് വന്നാലും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഡിസ്കറേജിങ് വരാതിരിക്കുകയാണെങ്കിൽ, ഡേ 1 മുതൽ എക്സാമിൻ്റെ തലേന്ന് വരെ വളരെ കൺസിസ്റ്റൻ്റായി, വളരെ പ്ലാൻഡായി, ഒരു പ്രോപ്പർ ഗൈഡൻസിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സാമിനേഷൻ തന്നെയാണ് നീറ്റ് എക്സാമിനേഷൻ. സോ അതിന് ഞങ്ങളുടെ DNLൻ്റെ ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് സപ്പോർട്ട്, സാറടക്കം വരുന്ന അത്രയും എക്സ്പേർട്ട് ഫാക്കൽറ്റി ലൈനപ്പിൽ നിന്ന് കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.